ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മത്സരിക്കുമ്പോൾ ഇല്ലായ്മയിൽ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക, ഏറെ പ്രതിസന്ധികൾ, ഏറെ ആരോപണങ്ങൾ, ഏറെ അവഹേളനങ്ങൾ, ഏറെ അപമാനങ്ങൾ. അങ്ങനെ ഈ രാജ്യത്ത് ഇതെല്ലാം വ്യക്തമായ അനുഭവങ്ങളെല്ലാം അനുഭവിക്കാൻ പറ്റുമോ? അതെല്ലാം കഴിഞ്ഞ ഒരു നാളുകളായി സിപിയുടെ പ്രവർത്തനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നടന്നില്ല. ശക്തമായ തിരിച്ചു നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ നിലനിർത്താൻ ആരും ശ്രമിച്ചോ? അവർക്കെല്ലാം മറുപടിയായി മനുഷ്യർക്കാറ്റി പാടും കിട്ടിയതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിമാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സങ്കുചിത മത വർഗ രാഷ്ട്രീയ സാമ്പത്തിക സങ്കുചിത താല്പര്യങ്ങൾക്ക് ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിലെ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ ആലോചിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ 1000 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. 7 ദേശീയ പാർട്ടികളും 55 സംസ്ഥാന പാർട്ടികളും അതിലേറെ നിശ്ചിത പാർട്ടികളുമുള്ള ഒരു രാഷ്ട്രീയ കൂട്ടായ്മ നൽകുന്ന രാഷ്ട്രീയ കടലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ സമാനതകളില്ലാത്ത ഒരു ചരിത്ര നേട്ടം കൈവരിക്കാൻ കഴിയുന്ന പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ലക്ഷ്യമാണ്. 14 മാസം പ്രതിനിധീകരിക്കപ്പെടുമ്പോൾ ഈ പാർട്ടി എഴുതിയാണ് ഇതൊരു തീവ്രവാദത്തിന്റെ ലേവലെഴുതിക്കൊണ്ട് ഈ രാജ്യത്ത് ഇതൊരു മതം ലക്ഷ്യമാണെന്ന് സൂചിച്ചു നൽകിയവർക്ക് അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്നതിലേക്ക് അടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ സമൂഹത്തിൽ നിന്നെല്ലാം ഈ പാർട്ടിയുടെ പ്രധാന പ്രവർത്തനമുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ നേതാക്കളെ ഒട്ടേറെ ഒട്ടേറെ ത്യാഗങ്ങൾ, ഒട്ടേറെ പ്രതിസന്ധികൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത്. ഇനി നമുക്കിതൊരു പ്രതിസന്ധി വരാനില്ല. നമ്മളിപ്പോൾ അഭിമാനിക്കുന്നു പ്രസ്ഥാനത്തെ പോലെ പ്രതിസന്ധിപ്പെടുന്നുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്ര വളരെ ചെറിയ കാലയളവിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിട്ടത് ഇനി മുന്നോട്ടേക്ക് കടന്നു പോകുന്ന വഴിക്കാരിൽ നമുക്കൊന്നും ഒരു പ്രതിബന്ധം ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഈ പാർട്ടിയുടെ വിജയത്തിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ വിജയത്തിൽ പങ്കാളികളായ പാർട്ടി പ്രവർത്തകരെ ആത്മാർത്ഥമായ പ്രസ്ഥാനത്തിൽ ഞാൻ അനുവദിക്കുകയാണ്. മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എപ്പോഴൊക്കെ ഈ രാജ്യത്ത് ദളിതുകളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഈ ഒരു ചരിത്രപരമായ കൂട്ടായ്മ നടത്തുവാൻ എക്കാലം ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഈ രാജ്യത്തെ മറ്റ് മീഡിയകളും അതുപോലെ അത്തരം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ചരിത്രപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അഭിമാനിക്കുന്നു. ഞാൻ ഇത് നമുക്ക് നമ്മുടെ സഹായം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പത്രമാധ്യമത്തിന്റെ സുഹൃത്തുക്കൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പം എത്രയോ വലിയ പരിപാടികൾ ഈ കേരളമെമ്പാടും നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ അറിയിക്കപ്പെടേണ്ട മാധ്യമങ്ങളും ചാനലുകളും അത് കണ്ടില്ലെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ചില മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടിയുണ്ടാക്കുക, ഞങ്ങളത് പണം കൊടുക്കുക, നിങ്ങളുടെ സമരം കല്ലേറ് നടത്തുക. പക്ഷേ ഇതെല്ലാം SDPയുടെ പണി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരുടെ, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കിടന്നുള്ള രാഷ്ട്രീയ അധികാരമാണ് ഈ രാജ്യത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ മുഖ്യധാരം എന്ന് പറഞ്ഞ മഹാനായ ബാബാസാഹേബിലൂടെ രാഷ്ട്രീയ ആദർശത്തിലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ രൂപീകരിച്ചത്. രാഷ്ട്രീയ അധികാരമില്ലാത്ത എക്കാലവും അടിമകളോട് ഈ രാജ്യത്ത് ജീവിച്ചു വരിക്കേണ്ടതിലുള്ള മഹത്തായ ദർശനത്തിനാണ് ഞാൻ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് കലാപം ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഈ രാജ്യത്ത് ലഹളം ഉണ്ടാക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ വളരെ സമാധാനപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടത് ഈ രാജ്യത്ത് ഞാൻ ഈ ഞങ്ങളെപ്പോലുള്ള മനോജകുമാരെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ട 14 മാസമേ ആയിട്ടുള്ളൂ. ഈ 14 മാസങ്ങൾക്ക് മുമ്പ് വരെ MK മനോജകുമാർ എന്ന് പറയുന്ന എനിക്ക് ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ എവിടെയൊക്കെ എത്രയൊക്കെ കേസുകളുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല ആരാണ് ഈ ജാഥ നടത്തിയത് അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയത് നിസ്സാരമായ വകുപ്പുകൾ തൊട്ടുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണകൂടങ്ങൾ ഈ രാജ്യത്തെ പ്രവർത്തകരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് SDPയുടെ പ്രവർത്തകരെ. ഇലക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളാകുന്നവരെ ഈ രാജ്യത്തെ അധികാരികൾ, പോലീസുകാര് ഇവരെല്ലാം വിളിച്ച് ജയിച്ചവരോട് പറഞ്ഞു
നിങ്ങൾ ഈ പാർട്ടിയുടെ മെമ്പറായിരിക്കുന്ന കാലത്തോളം ഈ രാജ്യത്ത് പോലീസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ല. നിങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേട്ടയാടപ്പെടുന്ന സമൂഹമായി ഇന്ത്യയിലെ ഈ കേരളത്തിൽ ജനിച്ചുപോയി ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചുകൊണ്ട് നമുക്ക് എന്നും ഭീതിയുടെ നിലയിൽ കഴിയാൻ ആഗ്രഹിക്കില്ല. ആ ഭീതിയിൽ നമുക്ക് കടന്നു വരണമെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരണമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായും ചൂടുവയ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകരെ നമുക്ക് അഭിമാനിക്കുക. ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ പോവുകയാണ്. ഈ കടന്നു വരുന്ന നിയമസഭയിലേക്ക് നമുക്ക് കടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ വളരെ ചക്രത്തോടു കൂടി തന്നെ ആത്മാഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് കടന്നു പോകാൻ കഴിയും. തീർച്ചയായും ഈ വിജയം നമുക്കതിന് വളരെയേറെ പ്രചോദനമായിട്ടുണ്ട് എന്നാണ് പാർട്ടി സംസ്ഥാന ചെയ്യുന്നത്. ഇതിലൂടെ ഈ യോഗത്തിന് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് പ്രവർത്തകരാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ടൗൺ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഒരു ചരിത്ര ധന്യമുഹൂർത്തമായി നമുക്ക് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. നമ്മൾ പല വേദികളിലും പറഞ്ഞതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നാളുകളായി 64 വർഷം 6 പതിറ്റാണ്ടുകൾ എന്നൊക്കെ പല ഭാഷകളിൽ പല രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കപ്പെടുന്ന സാമൂഹ്യനീതിക്ക് വേണ്ടി ഈ രാജ്യത്ത് വിവേചനത്തിന് വേണ്ടി ഭയരഹിതമായ ജീവിതം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എസ്ഡിപിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെടാൻ ജീവനല്ലാതെ ഒന്നുമില്ലാതെ കേൾക്കേണ്ടതില്ല. തീർച്ചയായും നമ്മൾ ജീവൻ വെച്ചുകൊണ്ടുള്ള ജീവൻ പണയം വെച്ചുകൊണ്ട കളിയാണ് എസ്ഡിപിയുടെ പ്രവർത്തനം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കച്ചുവയ്ക്കാൻ കഴിയുകയില്ലായിരുന്നു നമ്മൾ പല നിലവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒട്ടത്ത് വായിച്ചില്ലേ? നമ്മുടെ ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ക്ഷണപ്രകാരം ഒരു സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ഭാഗമെന്ന നിലയിൽ തന്നെ ഇത്തരം ചില ആളുകൾ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ പോലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് ഇതാ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തന്ത്രത്തിൽ നുഴഞ്ഞു കയറ്റാനായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുവെന്ന് പലപ്പോഴും പ്രസിഡന്റ് അറിയിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ സവർണ വലിയ വർഗത്തിന്റെ താല്പര്യങ്ങൾ സൂക്ഷിക്കുന്നില്ല. ഈ രാജ്യത്തെ കോൺഗ്രസ് സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരുകളും മറ്റു ബിജെപി സംഘപരിവാർ ശക്തികളും ഈ രാജ്യത്ത് കൂട്ടായ്മയായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് അപകടമായ പോക്കിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്ത് ഓരോ പൗരനും വ്യക്തമായി പറഞ്ഞാൽ എത്ര 10,000 രൂപ കടമുണ്ട് എന്ന് സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ തന്നെ എത്രയോ പ്രാവശ്യം കടന്നുപോയി. നമ്മൾ തെരഞ്ഞെടുപ്പ് വേദികൾ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഈ 11 പഞ്ചവത്സര പദ്ധതികൾ കടന്നു പോകുമ്പോഴും നമ്മുടെ രാജ്യത്ത് 836 ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ രാജ്യത്തെ യാതൊരു ക്ഷേമ പദ്ധതിയുടെ യാതൊരു കുറവ് ലഭിച്ചിട്ടില്ല എന്ന് സർക്കാരിന്റെ കണക്കെടുപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് 4ാമത്തെ 5ാമത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ മാധ്യമ സുഹൃത്തുക്കൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയിൽ 600 കോടി രൂപ ചെലവഴിക്കപ്പെടാതെ പാടായി പോവുകയും ചെയ്യുന്നതാണ്. ഇവിടെയെല്ലാം ഈ രാജ്യത്ത് ചില ആളുകൾ അധികാരം കയ്യിലെടുത്തിരിക്കുന്നു. ആ അധികാരത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ ഇരിക്കുന്ന കസേരകളിലേക്ക് അല്ലെങ്കിൽ ഈ അധികാരത്തിന്റെ ഇവിടെ ഇരിക്കുന്ന കസേരകളിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന അണികൾ നമ്മെ സംബന്ധിച്ച് യാതൊരു വെറുപ്പുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ചില ആളുകൾ ഇവിടുത്തെ ദളിതുകളും ആദിവാസികളും മുസ്ലിങ്ങളും ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല. ഞങ്ങൾ യോജിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേക ജാതിക്കും പ്രത്യേക മതത്തിനും വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ജനാധിപത്യ വ്യവസ്ഥയെ നമ്മൾ മാറ്റിമറിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് SDPI പറയുന്നത്. അത് പറയുമ്പോഴാണ് നമ്മൾ തീവ്രവാദികളാകുന്നത്. തീർച്ചയായും ബഹുമാനപ്പെട്ട എന്റെ സഹോദരന്മാർക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ സാമ്രാജ്യത്തെ കുത്തകളിൽ നിന്ന് ഈ രാജ്യത്തെ മറ്റ് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കുന്ന ഈ രാജ്യത്തെ അധികാര കഴിവന്മാർക്കെതിരെ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എക്കാലം നിലകൊള്ളുമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.